Hi dear students, let's talk history. നമ്മൾ ഇന്ന് ജെൻഡർ ഇൻ ഇന്ത്യൻ പെർസ്പെക്റ്റീവ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ജെൻഡർ സ്റ്റഡീസിലെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സാമിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ക്ലാസ്സുകളൊക്കെ കാണാൻ തുടങ്ങി, പഠിക്കുവാൻ തുടങ്ങി എന്നൊക്കെ ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മുടെ ക്ലാസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ വരുന്ന പുതിയ അപ്ഡേറ്റ്സ്, പുതിയ ക്ലാസ്സുകളൊക്കെ കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. എല്ലാവരും നിങ്ങളുടെ ബെല്ലൈക്കണൊക്കെ അമർത്തി നമ്മുടെ ക്ലാസ്സൊക്കെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിലായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് വേണ്ടതെന്നൊക്കെ നമുക്കതിൽ നിന്ന് അറിയാൻ സാധിക്കും. നമ്മൾ ഒട്ടും ടൈം കളയാതെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഈ ഒരു പാർട്ടിൽ നമ്മൾ എന്താണ് ജെൻഡർ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നമ്മളിവിടെ പറയുന്നത്. ഇൻട്രൊഡക്ഷൻ ടു ദ കോൺസെപ്റ്റ് ഓഫ് ജെൻഡർ പെർസ്പെക്റ്റീവ്സ്, അല്ലെങ്കിൽ ജെൻഡറിൻ്റെ ആ ഒരു കൺസെപ്റ്റ് എന്താണ്, അതിനൊരു ഇൻട്രൊഡക്ഷനാണ് നമ്മൾ കൊടുക്കുന്നത്. ഫസ്റ്റ് മൊഡ്യൂളും നമ്മുടെ ജെൻഡർ സ്റ്റഡീസിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. ഓക്കെ, ദ കൺസെപ്റ്റ് ഓഫ് ജെൻഡർ ആൻഡ് ജെൻഡർ ഹിസ്റ്ററി. ജെൻഡർ ഹിസ്റ്ററിയും ജെൻഡറും എന്ന കൺസെപ്റ്റ് എന്താണെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. The concept of gender and gender history has evolved significantly over time, reflecting changing social, cultural and political contexts. എന്താണ് നമ്മുടെ ജെൻഡർ ഹിസ്റ്ററി എന്ന് പറയുന്നതാണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഒരുപാട് കാലഘട്ടങ്ങൾ എടുത്തിട്ട് രൂപാന്തരപ്പെട്ട് വന്നവയാണ്. റിഫ്ലക്റ്റിംഗ് ചേഞ്ചിങ് സോഷ്യൽ, കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ കോണ്ടക്സ്റ്റുകൾ. സോഷ്യലും കൾച്ചറലും ആൻഡ് പൊളിറ്റിക്കൽ കോണ്ടക്സ്റ്റുകളിൽ ചേഞ്ചുകൾ വരുത്തുവാൻ വേണ്ടി അല്ലെങ്കിൽ വരുത്തിക്കൊണ്ടു വന്നിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ജെൻഡർ അല്ലെങ്കിൽ ജെൻഡർ ഹിസ്റ്ററി എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ജെൻഡറിൻ്റെ ഒരു ഡെഫിനേഷൻ നോക്കാം. ജെൻഡർ റെഫേഴ്സ് ടു ദ സോഷ്യലി കൺസ്ട്രക്റ്റഡ് റോൾസ്, ബിഹേവിയേഴ്സ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ് അസോസിയേറ്റഡ് വിത്ത് ബീയിങ് മെയിൽ ഓർ ഫീമെയിൽ. എന്താണ് ജെൻഡർ എന്നാണ് പറയുന്നത്. ജെൻഡർ എന്ന് പറയുന്നത് എന്താണ്, ഒരു സോഷ്യലി കൺസ്ട്രക്റ്റഡ് റോൾസ് ആണ്. മനുഷ്യൻ്റെ സമൂഹത്തിൽ ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ള ഒരു റോൾസ് ആണ്, അല്ലെങ്കിൽ അവയുടെ ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻസ്, അതായത് സോഷ്യലി എക്സ്പെക്ട് ചെയ്യുന്നത്, അവരെങ്ങനെ ബിഹേവ് ചെയ്യണമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ബീയിങ് മെയിൽ ഓർ ഫീമെയിൽ, പുരുഷനായി നിന്നുകൊണ്ടോ അല്ലെങ്കിൽ സ്ത്രീയായി നിന്നുകൊണ്ടോ അവർ സോഷ്യലി സമൂഹത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് വിവർത്തിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നതാണ് ഈ ജെൻഡർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ജെൻഡർ എന്ന് പറയുന്നത് എന്താണ്, ബയോളജിക്കൽ സെക്സിനെ അല്ല പറയുന്നത്. എന്താണ്, ഇറ്റ് ഈസ് ഡിസ്റ്റിങ് ഫ്രം ബയോളജിക്കൽ സെക്സ്. ബയോളജിക്കൽ സെക്സിൽ നിന്നും എന്താണ് ഡിഫറെൻ്റ് ആണ്. ലിംഗനിർണയം അല്ല ഇവിടെ നടക്കുന്നത്. സ്ത്രീയാണോ പുരുഷനാണോ എന്നല്ല ജെൻഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത്. വിച്ച് റെഫേഴ്സ് ടു ദ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ഡിഫൈൻ ഹ്യൂമൻസ് ആസ് മെയിൽ ഓർ ഫീമെയിൽ. ബയോളജിക്കൽ ആസ്പെക്റ്റിനെ അല്ല ഇവിടെ പറയുന്നത്, ഫിസിക്കൽ ആസ്പെക്ട്സ് അല്ലെങ്കിൽ ഫിസിക്കൽ ക്യാരക്ടേഴ്സ് ആണ് ഇവിടെ പറയുന്നത്. ജെൻഡർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെയിൽ ഓർ ഫീമെയിൽ എന്ന കാര്യത്തിൽ, മെയിലിൻ്റെയും ഫീമെയിലിൻ്റെ കാര്യത്തിൽ വരുന്ന ഒരു ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചാണ് പറയുന്നത്. ബയോളജിക്കൽ സെക്സിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഓർത്തു വെക്കുക, ഈ ജെൻഡറിൻ്റെയും അതുപോലെ തന്നെ ബയോളജിക്കൽ സെക്സിനെ കുറിച്ചുമുള്ള ഡിഫറൻസ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മളിപ്പോൾ എന്താണ് ജെൻഡർ, അതുപോലെ തന്നെ അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് പഠിച്ചു. നമ്മൾ നോക്കുന്നത് മേജർ കോൺസെപ്റ്റ്സ് ഇൻ ജെൻഡർ. ജെൻഡറിലെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണ് എന്നാണ് നോക്കുന്നത്. ജെൻഡറിലെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ആണ് ജെൻഡർ ഐഡൻറ്റിറ്റി. ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, എ പേഴ്സൺസ് ഇന്റേണൽ സെൻസ് ഓഫ് ബീയിങ് മെയിൽ ഓർ ഫീമെയിൽ ഓർ സംതിങ് എൽസ്. എന്താണ്, ഒരു മനുഷ്യന് അയാൾക്ക് ഓൺ പേഴ്സ്പെക്റ്റീവിൽ തോന്നുന്നതാണ് അയാളുടെ ജെൻഡർ ഐഡൻറ്റിറ്റി. ഞാൻ മെയിലാണോ ഫീമെയിലാണോ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ആണോ എന്താണ് എന്നുള്ളത് അയാൾ സ്വന്തം അയാളുടെ ഉള്ളിൽ നിന്നാണ് അയാൾ തീരുമാനിക്കേണ്ടത്. അല്ലെങ്കിൽ സമൂഹമല്ല പറയേണ്ടത് ഞാൻ എന്താണ്, ഒരു വ്യക്തി പുരുഷനാണോ സ്ത്രീയാണോ ട്രാൻസ്ജെൻഡർ ആണോ എന്ന് സമൂഹം പറഞ്ഞിട്ടല്ല അയാൾ തിരിച്ചറിയേണ്ടത്. അയാൾക്ക് ഇന്റേണൽ ആയിട്ട് വരുന്ന സെൻസാണ് എന്ത്, മെയിലാണോ ഫീമെയിലാണോ അല്ലെങ്കിൽ സംതിങ് എൽസ് എന്നുള്ളത് പറയുന്നത്. അതാണ് ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ദെൻ ജെൻഡർ എക്സ്പ്രഷൻ എന്താണ്, ദ വേ എ പേഴ്സൺ പ്രസൻസ് ദെയർ ജെൻഡർ ടു ദ വേൾഡ് ത്രൂ ക്ലോത്തിങ്, ബിഹേവിയർ ആൻഡ് അതർ ഫോംസ് ഓഫ് സെൽഫ് പ്രസൻറ്റേഷൻസ്. എന്താണ് ജെൻഡർ എക്സ്പ്രഷൻസ്. നമ്മുടെ ജെൻഡറിനെ നമ്മൾ എന്താണ് എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മുടെ
പേഴ്സണൽ പ്രസൻറ്റേഷൻ ആണ്. നമ്മുടെ ലോകത്തിന് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ ക്ലോത്തിങ്ങിലൂടെ, ബിഹേവിയേഴ്സിലൂടെ, അല്ലെങ്കിൽ അതർ ഫോംസ് ഓഫ് സെൽഫ് പ്രസൻറ്റേഷനിലൂടെ. ഇപ്പം അത് നമ്മുടെ ലോകത്തിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരും. ആധുനികവൽക്കരണത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് മനുഷ്യന്മാരുടെ ചിന്താഗതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും നമ്മളിൽ മാറ്റങ്ങൾ വരാൻ കുറേ ഉണ്ട് അല്ലേ? ഈ ജെൻഡർ എക്സ്പ്രഷനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പറയാനുണ്ടാവും അല്ലേ? ഇതെന്താണ്? ലോകത്തിന്റെ മുമ്പിൽ ക്ലോത്തിങ്ങിലൂടെ ജെൻഡറിനെ പ്രസന്റ് ചെയ്യാൻ സാധിക്കും. ഓരോ വ്യക്തിയുടെയും പേഴ്സണൽ ആയിട്ടുള്ള താല്പര്യമാണ് അയാൾ എന്ത് ഡ്രസ്സ് ധരിക്കണം. അപ്പം ഞാൻ സ്ത്രീ ആയതുകൊണ്ട് സാരി ഉടുക്കാനേ പാടുള്ളൂ, ചുരിദാർ ഇടാനേ പാടുള്ളൂ എന്നുള്ളത് വേറെ ഒരാൾ പറഞ്ഞിട്ടല്ല നമ്മൾ തീരുമാനിക്കേണ്ടത്. ഓരോ വ്യക്തിക്കും അവരവരുടേതായ തീരുമാനമുണ്ട്. നമ്മൾ എന്ത് ധരിക്കണം, നമ്മളെ എങ്ങനെയാണ് ക്ലോത്തിങ് ചെയ്യേണ്ടത്. പക്ഷേ ലോകത്തിന് മുമ്പിൽ നമ്മളെ കാണിച്ചു കൊടുക്കുകയാണ് നമ്മൾ സ്ത്രീയാണോ പുരുഷനാണോ, നമ്മുടെ ജെൻഡർ എന്താണെന്ന് നമ്മൾ ക്ലോത്തിങ്ങിലൂടെ കാണിക്കുന്നു. ദെൻ ബിഹേവിയറിലൂടെ അവിടെ പറയുമ്പോൾ പണ്ടുള്ള കാരണവന്മാർ പറയും ആൺകുട്ടികളെ പോലെ നടക്കരുത്, അല്ലെങ്കിൽ പെൺകുട്ടികളെ പോലെ കാണിക്കരുത്. അങ്ങനെ ഒരു ഡിഫറൻസ് കാണിക്കേണ്ട ആവശ്യം ഇന്നത്തെ സമൂഹത്തിൽ ഇല്ല എന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ന്യൂ ജനറേഷൻ അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നാണ് ജീവിക്കുന്നത് അല്ലേ? ക്ലോത്തിങ്, ബിഹേവിയർ ആൻഡ് അതർ ഫോംസ് ഓഫ് സെൽഫ് പ്രസൻറ്റേഷൻ. നമ്മുടെ സെൽഫ് പ്രസൻറ്റേഷനിൽ നമ്മൾ കാണിക്കുകയാണ് നമ്മുടെ ജെൻഡർ എന്താണ് എന്ന് ലോകത്തിന് മുമ്പിൽ തെളിയിക്കുകയാണെന്നാണ് പറയുന്നത്. ഈ ജെൻഡർ എക്സ്പ്രഷൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? Then gender roles, the social and cultural expectations associated with being male or female. ആസ് എ മെയിൽ ഓർ ആസ് എ ഫീമെയിൽ സൊസൈറ്റിയിൽ കുറച്ച് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ചൊരു സമൂഹത്തിന് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അതാണ് ഈ ജെൻഡർ റോൾസ് എന്ന് പറയുന്നത്. മെയിൽ അതേ ചെയ്യാൻ പാടുള്ളൂ, മെയിൽ ഇതാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഫീമെയിലിൻ്റെ ഡ്യൂട്ടിയാണിത്, മെയിലിൻ്റെ ഡ്യൂട്ടിയാണിത്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് ജെൻഡർ ഇനീക്വാലിറ്റീസ് ഒക്കെ വരുന്നുണ്ട്. അതൊന്നും ഇപ്പം നിലവിലുള്ള കാര്യമല്ല, അതൊന്നും കാര്യമാക്കേണ്ട കാര്യവുമില്ല. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ ഇതൊക്കെ പറയണം. ജെൻഡർ റോൾസ് ആസ് എ ഹ്യൂമൻ ബീയിങ്, അല്ലെങ്കിൽ ആസ് എ മെയിൽ, ആസ് എ ഫീമെയിൽ എന്തൊക്കെയാണ് കൾച്ചറൽ എക്സ്പെക്റ്റേഷൻസ്, നമ്മൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ സോഷ്യൽ ആൻഡ് കൾച്ചറൽ എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണെന്നാണ് അവിടെ പറയുന്നത്. ദെൻ പാട്രിയാർക്കിയിലേക്ക് വരുമ്പം പാട്രിയാർക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുരുഷത്വം അല്ലേ? എ സോഷ്യൽ സിസ്റ്റം ഇൻ വിച്ച് മെൻ ഹോൾഡ് പവർ ആൻഡ് ഡോമിനേറ്റ് വുമൺ. പാട്രിയാർക്കി എന്ന പുരുഷ മേധാവിത്വമുള്ള ഒരു സമൂഹം എന്നാണ് പറയുന്നത് അല്ലേ? എ സോഷ്യൽ സിസ്റ്റം ഇൻ വിച്ച് മെൻ ഹോൾഡ് പവർ ആൻഡ് ഡോമിനേറ്റ് വുമൺ. അധികാരം പുരുഷന്മാരുടെ കൈകളിലും സ്ത്രീകളെ അവരാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്ത്രീകൾ പുരുഷന്മാരുടെ അടിയിലാണ് പുരുഷന്മാരുടെ കീഴിലാണ് ജീവിക്കേണ്ടതെന്ന് പറയുന്ന ഒരു ചിന്താഗതി. അതിനെയാണ് ഈ പാട്രിയാർക്കി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പാട്രിയാർക്കി ഇന്നത്തെ സമൂഹത്തിൽ നിലനിൽക്കുന്ന കാര്യമല്ല, അത് പുരുഷന്മാർ തന്നെ, അല്ലെങ്കിൽ പുരുഷന്മാർ തന്നെ അങ്ങനെ ഒരു സിസ്റ്റം വേണ്ട എന്ന് പറയുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൽ നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ മുൻ ജനറേഷൻ, നമ്മുടെ തൊട്ട് മുമ്പുള്ള ജനറേഷനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ പുരുഷന്മാർ ഒരുപാട് ഡെവലപ്ഡ് ആയിട്ടുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അവകാശമാണ്, തുല്യതയാണ് വേണ്ടത് എന്ന് പറയുന്നത് ഒരു സമൂഹത്തിലെ, അങ്ങനെയുള്ള ഒരു പുരുഷന്മാരുടെ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നതിൽ നമുക്ക് അഭിമാനിക്കാൻ. ആസ് എ വുമൻ ഞാൻ വളരെ പ്രൗഡാണ്. അങ്ങനെയൊരു സമൂഹത്തിൽ, അങ്ങനെയൊരു പുരുഷ സമൂഹത്തിലാണ് ഞാൻ ജീവിക്കുന്നതെന്ന് ഓർത്തിട്ട് എനിക്ക് വളരെ പ്രൗഡാണ്. പക്ഷെ എങ്കിലും സൊസൈറ്റിയിൽ ഇതുപോലെ പുരുഷ മേധാവിത്വമുള്ള ഒരുപാട് കുടുംബങ്ങളും ഒരുപാട് സമൂഹവും ഇന്ന് നിലനിൽക്കുന്നുണ്ട്. കുടുംബത്തിൽ ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺകുട്ടികളെക്കാൾ കൂടുതൽ ആൺകുട്ടികൾക്ക് മുൻഗണന നൽകുന്ന ഒരുപാട് കുടുംബങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ, നമ്മുടെ സമൂഹത്തിൽ തന്നെ ആൺകുട്ടികൾ ഉണ്ടാകുന്നതാണ് നല്ലത്. ഓക്കെ, അത് കുടുംബത്തിന് ഒരുപാട് മെച്ചമുണ്ടാക്കുന്ന കാര്യമാണ്. പെൺകുട്ടികളെ കെട്ടിച്ചു വിടാനുള്ളതല്ലേ എന്നുള്ളൊരു കോൺസെപ്റ്റുള്ള കുടുംബത്തിലെ കാരണവന്മാരുള്ള കുടുംബങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ പെൺകുട്ടികളെ രാജകുമാരിമാരെ പോലെ നോക്കുന്ന കുടുംബങ്ങളും ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഇതാണ് പാട്രിയാർക്കി പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് മേജർ കോൺസെപ്റ്റ്സ് ഇൻ ജെൻഡർ. അതുപോലെ തന്നെ ജെൻഡറിൽ പറയുവാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട തിയറീസ് ഓഫ് ജെൻഡർ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, social constructionism. The idea that gender is a social construct created and maintained through cultural and social norms. ഈ ജെൻഡർ എന്ന് പറയുന്ന ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ്, സമൂഹത്തിൽ നിർമ്മിച്ചെടുത്തപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ ജെൻഡർ എന്ന് പറയുന്നത്. ക്രിയേറ്റഡ് ആൻഡ് മെയിൻറ്റെയിൻ ത്രൂ കൾച്ചറൽ ആൻഡ് സോഷ്യൽ നോംസ്.
സാമൂഹിക നീതികൾക്ക് അല്ലെങ്കിൽ സോഷ്യൽ നോംസിനെ അനുസരിച്ചിട്ട് വേണ്ടി അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ സോഷ്യൽ ആൻഡ് കൾച്ചറൽ നോംസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം കൺസ്ട്രക്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ഒരു സംഭവമാണ് എന്ത്, ജെൻഡർ എന്നാണ് ഈ സോഷ്യൽ കൺസ്ട്രക്ഷനിസത്തിൽ പറയുന്നത്. ദെൻ എസെൻഷ്യലിസം, ദ ഐഡിയ ദാറ്റ് ജെൻഡർ ഈസ് ആൻ എസെൻഷ്യൽ ബയോളജിക്കൽ ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ ഐഡന്റിറ്റി. എന്താണ് ജെൻഡർ എന്ന് പറയുന്നത്? എന്താണ്, ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണെന്നാണ് ഐഡിയ ദാറ്റ് ജെൻഡർ ഈസ് ആൻ എസെൻഷ്യൽ ബയോളജിക്കൽ ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ ഐഡന്റിറ്റി. ഹ്യൂമൻ ഐഡന്റിറ്റിയുടെ ഒരു ബയോളജിക്കൽ ആസ്പെക്ട് ആണ് ഇത് എന്നാണ് ഈ എസെൻഷ്യലിസത്തിൽ പറയുന്നത്. ദെൻ ക്വീർ തിയറി, ക്വീർ തിയറിയിൽ എന്താ പറയുന്നത്? എ ക്രിട്ടിക്കൽ അപ്രോച്ച് ദാറ്റ് ചലഞ്ചസ് ട്രഡീഷണൽ നോഷൻസ് ഓഫ് ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റി. ജെൻഡറുടെയും സെക്ഷുവാലിറ്റിയുടെയും നോഷൻസിന്, ട്രഡീഷണൽ നോഷൻസിനെ ചലഞ്ച് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ്. അല്ലെങ്കിൽ ട്രഡീഷണലി നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന കുറേ കസ്റ്റംസ് ഒക്കെ ഉണ്ടാവും ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ട്, അതിനൊക്കെ എന്താണ് ചലഞ്ച് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് ക്വീർ തിയറി എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമുക്ക് ജെൻഡറിൽ പഠിക്കുവാനുള്ള പ്രധാനപ്പെട്ട തിയറീസ്. ഇനി അവിടെ നിന്ന് നമ്മൾ ജെൻഡർ ഹിസ്റ്ററിയിലേക്ക് പോകും. ഇത്രയും നേരം നമ്മൾ എന്താണ് ജെൻഡർ, ജെൻഡറിൽ എന്തൊക്കെയാണ്, ആ ജെൻഡർ കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്തൊക്കെയാണ്, പ്രധാനപ്പെട്ട ജെൻഡർ കൺസെപ്റ്റിലുള്ള തിയറീസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. ഇനി ജെൻഡർ ഹിസ്റ്ററി എന്താണെന്ന് നോക്കാം. ജെൻഡർ ഹിസ്റ്ററി ഈസ് എ സബ് ഫീൽഡ് ഓഫ് ഹിസ്റ്ററി and gender studies that examines the past from the perspectives of gender, focusing on how historical events and periodization impact women differently from men. This field of study has evolved significantly over time, influenced by feminist movements and the rise of women's history. ഈ ജെൻഡർ ഹിസ്റ്ററി എന്ന് പറയുന്നത് വുമൻസ് ഹിസ്റ്ററിയുടെ ഒരു ഫോളോ അപ്പ് ആയിട്ട് പിന്നീട് പിൽക്കാലത്ത് രൂപപ്പെട്ടതാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ജെൻഡർ ഹിസ്റ്ററി എന്ന് പറയുന്നത് എന്താണ്? ജെൻഡർ സ്റ്റഡീസിൻ്റെ അല്ലെങ്കിൽ എന്താണ് പാസ്റ്റ് പേഴ്സ്പെക്റ്റീവ്സിൻ്റെ, ജെൻഡറിനെ കുറിച്ചുള്ള പേഴ്സ്പെക്റ്റീവ്സിൻ്റെ ഒരു സബ് ഫീൽഡ് ആയിട്ടാണ് ഈ ജെൻഡർ ഹിസ്റ്ററി വരുന്നത്. ഇവിടെ എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്? ഫോക്കസിങ് ഓൺ ഹൗ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് ആൻഡ് പീരിയോഡൈസേഷൻ ഇമ്പാക്ട് വുമൺ ഡിഫറൻ്റ്ലി ഫ്രം മെൻ. സ്ത്രീകളെ പുരുഷനിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തമാക്കിയാണ് അല്ലെങ്കിൽ വേർതിരിച്ചാണ് ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് ഒക്കെ ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ദിസ് ഫീൽഡ് ഓഫ് സ്റ്റഡി ഹാസ് ഇവോൾവ്ഡ് സിഗ്നിഫിക്കൻ്റ്ലി ഓവർ ടൈം. ഇത് കാലഘട്ടങ്ങൾ പിന്നിട്ടുകൊണ്ടിരിക്കുമ്പം ഈ ജെൻഡർ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ജെൻഡർ ഹിസ്റ്ററി എന്ന് പറയുന്നത് ബോത്ത് മെന്നിനെ കുറിച്ചും വുമണിനെ കുറിച്ചും അല്ലെങ്കിൽ ഫീമെയിലിനെ കുറിച്ചും മെയിലിനെ കുറിച്ചും ബോത്ത് കൺസേണിൽ ഉള്ള ഒരു കോൺസെപ്റ്റ് ആണ് എന്ന് പറയുന്നു. ദെൻ ജെൻഡർ ഹിസ്റ്ററിയിലെ മേജർ കോൺസെപ്റ്റ്സ് പറയുമ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് ജെൻഡർ. ജെൻഡറിന്റെ സോഷ്യൽ കൺസ്ട്രക്ഷൻ എന്നാണ് പറയുന്നത്. ജെൻഡർ ഹിസ്റ്റോറിയൻസ് അനലൈസ് ഹൗ ജെൻഡർ ഡിഫറൻസസ് ഹാവ് ബീൻ perceived and configured at different times and places, often assuming that these differences are socially constructed. ജെൻഡർ കൺസ്ട്രക്ഷൻ, സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് ജെൻഡർ എന്ന് പറയുമ്പോൾ എന്താണ് പറയുന്നത്? ജെൻഡർ ഹിസ്റ്റോറിയൻസ് അനലൈസ് ചെയ്യാണ്. എന്തിനാണ് അനലൈസ് ചെയ്തത്? ഹൗ ജെൻഡർ ഡിഫറൻസസ് ഹാവ് ബീൻ പ്രിസീവ്ഡ് ആൻഡ് കോൺഫിഗേർഡ് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ് ആൻഡ് പ്ലേസസ്. വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ എങ്ങനെയാണ് ഈ ജെൻഡർ ഡിഫറൻസസിനെ നമ്മൾ പ്രിസീവ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിനെ ടേക്ക് ഓഫ് ചെയ്ത് വന്നിരുന്നത്. ഓഫൺ അസ്യൂമിങ് ദാറ്റ് ദീസ് ഡിഫറൻസസ് ആർ സോഷ്യലി കൺസ്ട്രക്റ്റഡ്. എന്താണ് ഇത്? സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആയി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ എങ്ങനെയാണ് നമ്മൾ പ്രിസീവ് ചെയ്ത് കൊണ്ടുവന്നതെന്നാണ് ഈ സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് ജെൻഡർ എന്നുകൊണ്ട് പറയുന്നത്. അതായത് ജെൻഡർ എന്ന് പറയുന്നത് എന്താണ്? സോഷ്യൽ കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ളൊരു ടേം ആണ് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ആണ്. അതിൽ ജെൻഡർ ഹിസ്റ്ററിയെ കുറിച്ച് പറയുമ്പം ജെൻഡർ ഹിസ്റ്ററിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ടൈംസിലും പ്ലേസിലും വന്നിട്ടുള്ള ഡിഫറെൻറ്റ് ടൈംസിൽ ഡിഫറെൻറ്റ് പ്ലേസസിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ദെൻ സെക്കൻഡ് കോൺസെപ്റ്റ് ആണ് ഇന്റർസെക്ഷണാലിറ്റി. എന്താണ്? ദ സ്റ്റഡി ഓഫ് ഹൗ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് oppression such as racism, sexism and homophobia intersect and compound each other. എന്താണ് ഇവിടെ പറയുന്നത്? എന്താണ്?
ദ സ്റ്റഡി ഹൗ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഒപ്രഷൻ, ഇൻ്റർസെക്ഷനാലിറ്റിയിൽ പറയുവാണ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഒപ്രഷൻസ് അല്ലെങ്കിൽ പല തരത്തിലുള്ള അടിച്ചമർത്തലുകളുണ്ട്. ഏതൊക്കെയാ? റേസിസത്തിൻ്റെ കാര്യത്തിൽ, സെക്സിസത്തിൻ്റെ കാര്യത്തിൽ, ഹോമോഫോബിയയുടെ കാര്യത്തിലൊക്കെ വന്നിട്ടുള്ള പല തരത്തിലുള്ള അടിച്ചമർത്തലുകളുണ്ട്. അതിനെക്കുറിച്ചാണ്, അതെങ്ങനെ ഇന്റർസെക്റ്റ് ആയി കിടക്കുന്നു, അതിനെ എങ്ങനെയാണ് പറയുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ഇന്റർസെക്ഷനാലിറ്റിയിൽ പറയുന്നത് ഇങ്ങനെ കണക്റ്റ് ആയി കിടക്കുന്നു. ദെൻ ജെൻഡർ ആസ് എ കാറ്റഗറി ഓഫ് അനാലിസിസ്, ജെൻഡർ ആസ് എ കാറ്റഗറി ഓഫ് അനാലിസിസ്, വിശകലനം ചെയ്യുവാനുള്ള ഒരു ഉപാധിയായിട്ട് ജെൻഡറിനെ എങ്ങനെ നോക്കുന്നു? ജെൻഡർ ഹിസ്റ്റോറിയൻസ് അപ്ലൈ എ ജെൻഡർ പെർസ്പെക്റ്റീവ് ടു വേരിയസ് ഏരിയാസ് ഓഫ് ഹിസ്റ്ററി ഇൻക്ലൂഡിംഗ് പൊളിറ്റിക്സ്, വാർ ആൻഡ് റെവല്യൂഷൻസ്. എന്താണ്? ജെൻഡർ ഹിസ്റ്റോറിയൻസ് ജെൻഡറിനെ ഓരോ ഏരിയാസ് ഓഫ് ഹിസ്റ്ററിയിൽ അല്ലെ വേരിയസ് ഏരിയാസ് ഓഫ് ഹിസ്റ്ററിയിലും അവരുടേതായ പേഴ്സ്പെക്റ്റീവിൽ നിന്ന്, ജെൻഡർ പേഴ്സ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് അതിനെക്കുറിച്ച് പഠിക്കുന്നു. പൊളിറ്റിക്സിൻ്റെ കാര്യത്തിൽ, യുദ്ധത്തിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ റെവല്യൂഷൻസിൻ്റെ ഒക്കെ കാര്യത്തിൽ ഈ ജെൻഡർ പെർസ്പെക്റ്റീവ്സിൽ നിന്നുകൊണ്ട് അതിനെ പഠിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ജെൻഡർ ആസ് എ കാറ്റഗറി ഓഫ് അനാലിസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഫീച്ചേഴ്സ് ഓഫ് ജെൻഡർ ഹിസ്റ്ററിയാണ് നെക്സ്റ്റ് ടോപ്പിക്. എന്താണ്? ജെൻഡർ ഹിസ്റ്ററിയുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. ഇതോടെ നമ്മുടെ ഈ ഒരു ടോപ്പിക്ക് കഴിയും. ഓക്കെ, ജെൻഡർ ഹിസ്റ്ററിയുടെ ഫീച്ചേഴ്സിൽ ഫസ്റ്റ് ഫീച്ചർ എന്താണ്? ഫോക്കസസ് ഓൺ ജെൻഡേർഡ് എക്സ്പീരിയൻസസ്. ജെൻഡേർഡ് എക്സ്പീരിയൻസസിന് അല്ലെങ്കിൽ അവരവരുടെ ഇൻഡിവിജ്വൽസിൻ്റെ ജെൻഡർ ബേസ് ചെയ്തുകൊണ്ടുള്ള അവരുടെ എക്സ്പീരിയൻസസ്, ഹിസ്റ്റോറിക്കൽ ഇവൻസിൻ്റെ എക്സ്പീരിയൻസസ് എങ്ങനെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ജെൻഡർ ഹിസ്റ്ററി എക്സാമിൻസ് ഹൗ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് ആൻഡ് സോഷ്യൽ കൺസ്ട്രക്റ്റേഴ്സ് ഹാവ് ഇമ്പാക്റ്റഡ് ഇൻഡിവിജ്വൽസ് ബേസ്ഡ് ഓൺ ദെയർ പെർസീവ്ഡ് ജെൻഡർ. അവർ സ്വീകരിച്ചിട്ടുള്ള ജെൻഡറിനെ ബേസ് ചെയ്തിട്ട് അവരെ എങ്ങനെയാണ് ഈ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇമ്പാക്റ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ, ചലഞ്ചിങ് ട്രഡീഷണൽ നറേറ്റീവ്സ്. നമുക്കറിയാം, നമ്മൾ വുമൻസ് ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ട് അല്ലേ? വുമൻസ് ഹിസ്റ്ററി എന്താണ് പറയുന്നത്? ഇതുവരെ ഉണ്ടായിരുന്ന ഹിസ്റ്ററി എന്ന് പറയുന്നത് മെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററിയാണ്. സ്ത്രീകളെ കുറിച്ച് അവിടെ പരാമർശിക്കുന്നില്ല. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു ചരിത്രവും എഴുതപ്പെട്ടിട്ടില്ല. സോ സ്ത്രീകളെ കുറിച്ച് പറയുവാൻ വേണ്ടി ചരിത്രം, സ്ത്രീകൾ എങ്ങനെ വ്യാഖ്യാനിക്കണം, അല്ലെങ്കിൽ സ്ത്രീകൾ എങ്ങനെയാണ് ഈ ചരിത്ര കാലഘട്ടത്തിൽ ജീവിച്ചു പോകുന്നത്, അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്താണെന്ന് എടുത്തു പറയുവാൻ വേണ്ടിയാണ് സ്ത്രീകൾക്ക് വേണ്ടി ഒരു ചരിത്ര രചന വരുന്നത്. അതാണ് വുമൻസ് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്നത്. അല്ലെ, നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ വുമൻസ് ഹിസ്റ്റോറിയോഗ്രാഫിയിൽ പറയുന്നത് എന്താണ്? ഈ സ്ത്രീകൾ മാർജിനലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചലഞ്ചിങ് ട്രഡീഷണൽ നറേറ്റീവ്സ് എന്ന് പറയുമ്പോൾ ജെൻഡർ ഹിസ്റ്ററി മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? ട്രഡീഷണൽ ഹിസ്റ്റോറിയോഗ്രാഫി അല്ലെങ്കിൽ മാർജിനലൈസ് ചെയ്തിട്ടുള്ള ഒരു പറ്റം ജെൻഡേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ സ്ത്രീകളെ പോലെ തന്നെ സ്ത്രീകൾ ഉൾപ്പെടെ മാർജിനലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഈ ഹിസ്റ്റോറിക്കൽ നറേറ്റീവ്സിൽ മാർജിനലൈസ് ചെയ്യപ്പെട്ടിട്ട് വന്നിട്ടുള്ള ഇഗ്നോറൻസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള സ്ത്രീകളെ പോലുള്ള മറ്റു ജെൻഡേഴ്സ് ഉണ്ട്. ആ ജെൻഡേഴ്സിനെ കുറിച്ചുള്ള ഹിസ്റ്ററിയാണ് എന്തെന്ന് പറയുന്നത്? ജെൻഡർ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ എന്താണ്? ഇതിനു മുമ്പുണ്ടായിട്ടുള്ള ട്രഡീഷണൽ നറേറ്റീവ്സ് ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫിനെയൊക്കെ എന്ത് ചെയ്യുന്നു? ഈ നമ്മുടെ ജെൻഡർ ഹിസ്റ്ററി ചലഞ്ച് ചെയ്യുകയാണ്. നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് എക്സാമിൻ ജെൻഡർ റോൾസ് ആൻഡ് എക്സ്പെക്ടേഷൻസ്. എന്താണ്? ജെൻഡർ റോൾസിനെ അതിൻ്റെ എക്സ്പെക്ടേഷൻസിനെയും എക്സാമിൻ ചെയ്യുന്നു. എങ്ങനെയാണത്? ജെൻഡർ ഹിസ്റ്ററി എക്സ്പ്ലോർസ് ഹൗ ജെൻഡർ റോൾസ് ആൻഡ് എക്സ്പെക്ടേഷൻസ് ഹാവ് ബീൻ കൺസ്ട്രക്റ്റഡ് ആൻഡ് എൻഫോഴ്സ്ഡ് ത്രൂ ഔട്ട് ഹിസ്റ്ററി ആൻഡ് ഹൗ ദീസ് ഹാവ് ഷേപ്ഡ് പീപ്പിൾസ് ലൈഫ്സ്. എന്താണ്? ജെൻഡർ ഹിസ്റ്ററി ജെൻഡർ അല്ലെങ്കിൽ ജെൻഡറിൻ്റെ ബേസിൽ ഓരോ ജെൻഡർ റോൾസ് എങ്ങനെയാണ് അവരുടെ ഒരു എക്സ്പെക്ടേഷൻസ് ഉള്ളത്. ഈ ജെൻഡർ ഹിസ്റ്ററി എക്സ്പ്ലോർസ് ഹൗ ജെൻഡർ റോൾസ് ആൻഡ് എക്സ്പെക്ടേഷൻസ് ഹാവ് ബീൻ കൺസ്ട്രക്റ്റഡ് ആൻഡ് എൻഫോഴ്സ്ഡ് ത്രൂ ഔട്ട് ഹിസ്റ്ററിയിൽ ത്രൂ ഔട്ട് ആയിട്ട് അല്ലെങ്കിൽ മുഴുവൻ ആയിട്ട് എങ്ങനെയാണ് ഈ ജെൻഡർ റോൾസിനെ എക്സ്പ്ലോർ ചെയ്യപ്പെട്ടിരിക്കുന്നത്, ജെൻഡർ ഹിസ്റ്ററി എങ്ങനെയാണ് ഈ ജെൻഡർ റോൾസിൻ്റെ എക്സ്പെക്ടേഷൻസ് കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് എക്സാമിൻ ചെയ്യുന്നത്. ആൻഡ് ഹൗ ദീസ് ഹാവ് ഷേപ്ഡ് പീപ്പിൾസ് ലൈഫ്സ്. എങ്ങനെയാണ് ഈ പറയുന്ന എക്സ്പെക്ടേഷൻ, ജെൻഡർ റോൾസിൻ്റെ എക്സ്പെക്ടേഷൻസ് ഒക്കെ
അവരുടെ ജീവിതത്തെ ഷേപ്പ് ചെയ്തെടുത്തത് എന്നാണ് ഈ എക്സാമിങ് ജെൻഡർ റോൾസ് ആൻഡ് എക്സ്പെക്ടേഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച്. ജെൻഡർ ഹിസ്റ്ററി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ആണ്. It draws on insights from various disciplines including sociology, anthropology and cultural studies to offer a comprehensive understanding of gender in the past. പഴയ കാലഘട്ടത്തിലെ ജെൻഡറിനെ കുറിച്ചുള്ള പഠനമാണ് പറയുന്നത്. അതെങ്ങനെയായിരുന്നു? ജെൻഡേഴ്സിന്റെ പാസ്റ്റ് ലൈഫിൽ ജെൻഡറിനെ കുറിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ളൊരു സ്റ്റഡിയാണ് ഇവിടെ നടത്തുന്നത്. ഇവിടെ എന്താണ്? ഇതൊരു ഇന്റർ ഡിസിപ്ലിനറി ഫീൽഡ് ആണെന്നാണ് പറയുന്നത്. വേരിയസ് ഫീൽഡിനെ കുറിച്ചുള്ളൊരു ഐഡിയ നമുക്ക് ഈ ജെൻഡർ ഹിസ്റ്ററിയിൽ തരുന്നു. ഇൻക്ലൂഡിങ് സോഷ്യോളജി, ആന്ത്രോപോളജി ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ്. സോഷ്യോളജിയെക്കുറിച്ചും ആന്ത്രോപോളജിയെക്കുറിച്ചും കൾച്ചറൽ സ്റ്റഡീസും ഒക്കെ ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ആണ് ജെൻഡർ ഹിസ്റ്ററി എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ പഠിക്കുവാനുള്ളത്. എന്താണ് ജെൻഡർ ഹിസ്റ്ററി, എന്താണ് ജെൻഡറിന്റെ ഡെഫിനിഷൻ എന്താണ്, ജെൻഡർ ഹിസ്റ്ററി എന്താണ്, അതിന്റെ കോൺസെപ്റ്റ്സ് എന്താണ്, അതിനകത്ത് പറയുന്ന മേജർ ഫീച്ചേഴ്സ് എന്താണ്, ജെൻഡർ ഹിസ്റ്ററിയുടെ ഫീച്ചേഴ്സ് എന്താണ്, ഇത്രയുമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ ജെൻഡർ ഹിസ്റ്ററിയും വുമൺസ് ഹിസ്റ്ററിയും തമ്മിലുള്ള ഡിഫറൻസസ് എന്താണ്, ഈ ജെൻഡർ ഹിസ്റ്ററിയുടെ ഡെവലപ്മെന്റ്സ് എങ്ങനെയാണ്, ഏത് കാലഘട്ടത്തോട്ടാണ് ജെൻഡർ ഹിസ്റ്ററി ഡെവലപ്ഡ് ആയി വന്നത് എന്നീ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കുക. സോ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കേൾക്കുക, നന്നായിട്ട് പഠിക്കുക, അതിൻ്റെ ഒരു ബേസോടെ തന്നെ വരിക. നിങ്ങളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റാർട്ടിങ് തൊട്ട് പഠിച്ചു പോവുക. ഏതെങ്കിലുമൊക്കെ ക്ലാസ്സസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ അതിനനുസരിച്ച് ക്ലാസ്സുകൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഒട്ടും സമയമില്ല, നമുക്ക് കളയുവാൻ ഒട്ടും സമയമില്ല. നേരത്തെ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. സോ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയേണ്ടതാണ്. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ദെൻ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. ഓക്കെ, താങ്ക് യു.